നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. എ റെക്ടാങ്കുലർ ബോക്സ് ഓപ്പൺ അറ്റ് ദി ടോപ്പ് ഈസ് ടു ഹാവ് എ വോളിയം ഓഫ് 32 cubic feet. What must be the dimensions so that the total surface area is a minimum? സോ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് വോളിയം 32 cubic feet ആയിട്ട് വരുന്ന വിധത്തിലുള്ള റെക്ടാങ്കുലർ ബോക്സസിൽ ടോട്ടൽ സർഫസ് ഏരിയ മിനിമം ആയിട്ട് വരുന്ന ബോക്സിൻ്റെ ഡയമെൻഷൻസ് ആണ്. സോ നമുക്കിവിടെ വോളിയം ഫിക്സ്ഡ് ആണ്, അത് 32 cubic feet. ദെൻ റിക്കറ്റ് ബോക്സിൻ്റെ ലെങ്ത് എക്സും ബ്രെഡ്ത്ത് വൈ അതുപോലെ ഹൈറ്റ് എന്നുള്ള സെഡ് ആയിട്ട് ചൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ബോക്സിൻ്റെ വോളിയം വരുന്നത് എക്സ് വൈ സെഡ് ഈക്വൽ ടു 32. ദെൻ ബോക്സിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ എസ് എന്ന് ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ എസ് ഈക്വൽ ടു എക്സ് വൈ പ്ലസ് 2yz പ്ലസ് 2xz. ഇവിടെ ഓപ്പൺ ആയിട്ടുള്ള മുകൾ ഭാഗത്ത് ഓപ്പൺ ആയിട്ടുള്ള ബോക്സ് ആണെന്ന് തന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് എസ് ഈക്വൽ ടു എക്സ് വൈ പ്ലസ് 2yz പ്ലസ് 2xz എന്ന് വന്നത്. നമുക്കറിയാം ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് എ ബോക്സ് ഈക്വൽ ടു 2 ഇൻറ്റു എക്സ് വൈ പ്ലസ് yz പ്ലസ് xz. ഇവിടെ ടോപ്പ് ഓപ്പൺ ആയിട്ടുള്ള ബോക്സ് ആയതുകൊണ്ടാണ് എക്സ് വൈ പ്ലസ് 2yz പ്ലസ് 2xz എന്ന് വന്നത്. എസ് ഈക്വൽ ടു ദെൻ എക്സ് വൈ സെഡ് ഈക്വൽ ടു 32 എന്നുള്ളതിൽ നിന്നും സെഡ് ഈക്വൽ ടു 32 ഡിവൈഡഡ് ബൈ എക്സ് വൈ, അത് എസിൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ, അതായത് ഇക്വേഷൻ 2-ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എസ് എന്നുള്ളത് ഒരു ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ മാത്രമായിട്ട് റെഡ്യൂസ് ചെയ്യും. സോ സെഡിന് പകരം 32 ബൈ എക്സ് വൈ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എസ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് വൈ പ്ലസ് 64 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 64 ഡിവൈഡഡ് ബൈ വൈ. ദെൻ എക്സും വൈയും സെഡും ബോക്സിൻ്റെ ഡയമെൻഷൻസ് ആയതുകൊണ്ട് അതെല്ലാം ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. പക്ഷേ എക്സും വൈയും ലാർജായിട്ട് ചൂസ് ചെയ്ത് 1/xy എന്നുള്ള സെഡായിട്ട് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സും വൈയും എത്ര ലാർജായിട്ടും ചൂസ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. സോ ഇതിൻ്റെ ഡൊമെയിൻ, അതായത് എസ് ഓഫ് എക്സ് വൈ എന്നുള്ള ഫംഗ്ഷൻ്റെ ഡൊമെയിൻ അൺബൗണ്ടഡ് ആയിട്ടുള്ള ഒരു റീജിയൺ ആണ്. സോ നമുക്കതിന് അബ്സല്യൂട്ട് മാക്സിമം വാല്യൂ അതല്ലെങ്കിൽ അബ്സല്യൂട്ട് മിനിമം വാല്യൂ എക്സിസ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ദെൻ നമുക്കിവിടെ ലോക്കൽ മിനിമം വാല്യൂസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. അതായിരിക്കും ആ ഫംഗ്ഷൻ്റെ അബ്സല്യൂട്ട് മിനിമം വാല്യൂ അറ്റൈൻ ചെയ്യുന്ന പോയിൻ്റ്. ഡൊമെയിൻ അൺബൗണ്ടഡ് ആയതുകൊണ്ട് ബൗണ്ടറി പോയിൻറ്റ്സ് ഇല്ലാത്തതുകൊണ്ടും എക്സ്ട്രീം വാല്യൂസ് എക്സിസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉള്ളത് ക്രിട്ടിക്കൽ പോയിൻറ്റ്സിലാണ്. എസ് എക്സ് എന്നുള്ളത് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എസ് വിത്ത് റെസ്പെക്ട് ടു എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു വൈ മൈനസ് 64 ബൈ എക്സ് സ്ക്വയർ. അതുപോലെ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എസ് വിത്ത് റെസ്പെക്ട് ടു വൈ എന്നുള്ളത് എക്സ് മൈനസ് 64 ബൈ വൈ സ്ക്വയർ. So Sx equal to 0 implies y minus 64 by x square equal to 0, which implies x square y equal to 64. അതിന് ഇക്വേഷൻ 3 എന്ന് വിളിച്ചു. ദെൻ അതുപോലെ തന്നെ Sy equal to 0 implies x minus 64 by y square equal to 0, which implies xy square equal to 64. അതിന് ഇക്വേഷൻ 4 എന്ന് വിളിച്ചു. ദെൻ ഇക്വേഷൻ 4-ൽ നിന്നും ഇക്വേഷൻ 3-ൽ നിന്നും നമുക്ക് x square y equal to xy square എന്ന് കിട്ടും. അതൊന്ന് അറേഞ്ച് ചെയ്യുമ്പോൾ x square y minus xy square equal to 0, which implies xy into x minus y equal to 0, which implies x equal to 0 or y equal to 0 or x minus y equal to 0. എക്സും വൈയും നമുക്ക് 0 ആവാൻ സാധിക്കുകയില്ല, കാരണം അത് ആ ബോക്സിൻ്റെ ഡയമെൻഷൻസ് ആണ്, ലെങ്ത്തും ബ്രെഡ്ത്തുമാണ്. സോ അത് നെവർ 0. സോ നമുക്ക് x minus y equal to 0 എന്നതിൽ നിന്നും കിട്ടും, which implies x equal to y. സോ എക്സ് ഈക്വൽ ടു വൈ എന്നുള്ളത് ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ, തേർഡ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ വൈ ഈക്വൽ ടു 64 ആണ്. അതിൽ വൈക്ക് പകരം എക്സ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എക്സ് ക്യൂബ് ഈക്വൽ ടു 64, വിച്ച് ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു 4. ദെൻ എക്സ് ഈക്വൽ ടു വൈ ആയതുകൊണ്ട് വൈ ഈക്വൽ ടു 4. സോ സർഫസ് ഏരിയ മിനിമം ആവാൻ ചാൻസ് ഉള്ള ഒരു പോയിൻ്റാണ് 4,4 എന്നുള്ളത്. അതായത് അത് അതിൻ്റെ ഒരു ക്രിട്ടിക്കൽ പോയിൻ്റ് ആണ്. എസ് ഓഫ് എക്സ് വൈ എന്നുള്ള ഫംഗ്ഷൻ്റെ ഒരു ക്രിട്ടിക്കൽ പോയിൻ്റ് ആണ് 4,4 എന്നുള്ള പോയിൻ്റ്. ദെൻ ആ ഒരു ക്രിട്ടിക്കൽ പോയിൻറ്റിൽ ലോക്കൽ മാക്സിമം ആണോ ലോക്കൽ മിനിമം ആണോ അതോ സാഡിൽ പോയിൻ്റ് ആണോ എന്ന് നമുക്ക് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് യൂസ് ചെയ്ത് വെരിഫൈ ചെയ്യാവുന്നതാണ്. അതിനായി എസ് എക്സ് എക്സ് എന്നുള്ളത് 128 ഡിവൈഡഡ് ബൈ എക്സ് ക്യൂബ്, അതുപോലെ എസ് വൈ വൈ എന്നുള്ളത് 128 ഡിവൈഡഡ് ബൈ വൈ ക്യൂബ്. എസ് എക്സ് വൈ എന്നുള്ളത് 1 ആണ്, ഒരു കോൺസ്റ്റൻറ്റ് നമ്പറാണ്. ദെൻ എക്സ് ഈക്വൽ ടു 4ഉം വൈ ഈക്വൽ ടു 4ഉം ആകുമ്പോൾ, അതായത് 4,4 എന്നുള്ള പോയിൻറ്റിൽ എസ് എക്സ് എക്സിൻ്റെ വാല്യൂ വരുന്നത് 128 ഡിവൈഡഡ് ബൈ 4 ക്യൂബ്, അത് 2 ആണ്, ഗ്രേറ്റർ ദാൻ 0. അതുപോലെ ആ ഫംഗ്ഷൻ്റെ ഡിസ്ക്രിമിനൻ്റ് എസ് എക്സ് എക്സ് ഇൻറ്റു എസ് വൈ വൈ മൈനസ് എസ് എക്സ് വൈ സ്ക്വയർ എന്നുള്ളത് 4,4 എന്നുള്ള പോയിൻറ്റിൽ 3 ആണ്, അതും ഗ്രേറ്റർ ദാൻ 0 ആണ്. സോ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ 4,4 എന്നുള്ള പോയിൻറ്റിൽ നമുക്ക് ലോക്കൽ മിനിമം ആണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. സോ ദി സർഫസ് ഏരിയ എസ് ഈസ് മിനിമം വെൻ എക്സ് ഈക്വൽ ടു 4, അതുപോലെ വൈ ഈക്വൽ ടു 4. എക്സും വൈയും 4 ആകുമ്പോൾ ഇക്വേഷൻ 1-ൽ നിന്നും സെഡ് ഈക്വൽ ടു 32 ഡിവൈഡഡ് ബൈ എക്സ് വൈ, അതായത് 32 ഡിവൈഡഡ് ബൈ 16 which is equal to 2. സോ സർഫസ് ഏരിയ മിനിമം ആവുന്നത് x equal to 4, അതുപോലെ y equal to 4 ആൻഡ് z equal to 2.
സോ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബോക്സിൻ്റെ ഡയമെൻഷൻ വരുന്നത് 4x4x2 ആണ്. അതായത് ലെങ്ത്ത് 4 ഫീറ്റ്, ബ്രെഡ്ത്ത് 4 ഫീറ്റ്, അതുപോലെ ഹൈറ്റ് എന്നുള്ളത് 2 ഫീറ്റ് ആയിട്ട് വരുന്ന ബോക്സിനാണ് വോളിയം 32 ക്യൂബിക് ഫീറ്റ് തന്നെയാണ് നമുക്ക് സർഫസ് ഏരിയ മിനിമം ആയിട്ട് വരുന്നത്. അതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ദെൻ നെക്സ്റ്റ് പ്രോബ്ലം, ഫൈൻഡ് ദി അബ്സല്യൂട്ട് മാക്സിമം ആൻഡ് മിനിമം വാല്യൂസ് ഓഫ് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 2 + 2x + 2y - x² - y² on the triangular region in the first quadrant bounded by the lines x = 0, y = 0 and y = 9 - x. സോ എഫ് ഓഫ് എക്സ് വൈ എന്നുള്ള രണ്ട് വേരിയബിളുള്ള ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ആ ഒരു ഫംഗ്ഷൻ്റെ ട്രയാങ്കുലർ റീജിയൻ തന്നിട്ടുണ്ട്. x = 0, y = 0, y = 9 - x. ഈ മൂന്ന് ലൈൻസ് ബൗണ്ട് ചെയ്യുന്ന ഫസ്റ്റ് ക്വാഡ്രൻറ്റിലുള്ള അത് ട്രയാങ്കുലർ റീജിയൻ ആണ്. ആ റീജിയണിൽ ആ ഫംഗ്ഷൻ്റെ അബ്സല്യൂട്ട് മാക്സിമം വാല്യൂവും അബ്സല്യൂട്ട് മിനിമം വാല്യൂവും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അത് ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ആയിട്ടുള്ള റീജിയൻ ആയതുകൊണ്ട് അതിന് അബ്സല്യൂട്ട് മാക്സിമം വാല്യൂവും അബ്സല്യൂട്ട് മിനിമം വാല്യൂവും എന്തായാലും എക്സിസ്റ്റ് ചെയ്യും. സോ നമുക്ക് ആദ്യം അതിൻ്റെ ഡൊമെയിൻ സ്കെച്ച് ചെയ്യാം. ഇവിടെ റഫായിട്ട് സ്കെച്ച് ചെയ്തിട്ടുണ്ട്. x = 0 എന്നുള്ളത് y ആക്സിസ്, y = 0 എന്നുള്ളത് x ആക്സിസ്, ദെൻ y = 9 - x അതല്ലെങ്കിൽ x + y = 9 എന്നുള്ള ലൈനും വരച്ചിട്ടുണ്ട്. സോ നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള ഡൊമെയിൻ വരുന്നത് OAB എന്നുള്ള ട്രയാങ്കുലർ റീജിയൻ ആണ്. അവിടെ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ബൗണ്ടറി ഇൻക്ലൂഡഡ് ആണ്. സോ ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് റീജിയൻ ആയതുകൊണ്ട് ആ റീജിയനിൽ എഫിന് അബ്സല്യൂട്ട് മാക്സിമം വാല്യൂവും അബ്സല്യൂട്ട് മിനിമം വാല്യൂവും എക്സിസ്റ്റ് ചെയ്യും. ദെൻ എഫ് എന്നുള്ള ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ ആയതുകൊണ്ട് XY പ്ലെയിനിൽ ഏതൊരു പോയിന്റ് ചൂസ് ചെയ്താലും അവിടെ എഫ് കണ്ടിന്യൂസ് ആയിരിക്കും. അതുപോലെ തന്നെ ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് ചെയ്യും. സോ ഇൻ പർട്ടിക്കുലർ OAB എന്നുള്ള ട്രയാങ്കുലർ റീജിയനിലും എഫ് കണ്ടിന്യൂസ് ആയിരിക്കും. അതുപോലെ തന്നെ എല്ലാ പോയിൻറ്റ്സിലും ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് ചെയ്യും. സോ എഫിന് അബ്സല്യൂട്ട് എക്സ്ട്രീം വാല്യൂസ് എക്സിസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉള്ള പോയിൻറ്റ്സ് ക്രിട്ടിക്കൽ പോയിൻറ്റ്സിൽ FXഉം FYയും = 0 വരുന്ന തരത്തിലുള്ള ക്രിട്ടിക്കൽ പോയിൻറ്റ്സും അതുപോലെ തന്നെ ബൗണ്ടറി പോയിൻറ്റ്സുമാണ്. ഇവിടെ FXഉം FYയും ഡിഫൈൻഡ് അല്ലാത്ത വിധത്തിലുള്ള പോയിൻറ്റ്സ് ഇല്ല. സോ നമുക്ക് FXഉം FYയും സൈമിൾട്ടേനിയസ്ലി 0 വരുന്ന പോയിൻറ്റ്സും അതുപോലെ തന്നെ ആ ഫംഗ്ഷൻ്റെ ഡൊമെയിനിൻ്റെ ബൗണ്ടറിയിലെ പോയിൻറ്റ്സിലുമാണ് അബ്സല്യൂട്ട് എക്സ്ട്രീം വാല്യൂസ് എക്സിസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉള്ളൂ. സോ നമുക്ക് ആദ്യം FXഉം FYയും = 0 വരുന്ന വിധത്തിലുള്ള ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് കണ്ടുപിടിക്കാം. അതിനുവേണ്ടി പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്നുള്ളത് 2 - 2x, അതുപോലെ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു വൈ എന്നുള്ളത് 2 - 2y. സോ FX = 0 ഇംപ്ലൈസ് x = 1, അതുപോലെ FY = 0 ഇംപ്ലൈസ് y = 1. സോ FXഉം FYയും = 0 വരുന്ന വിധത്തിൽ ആകെ ഒരു പോയിൻ്റേ ഉള്ളൂ, 1, 1. ദെൻ ആ പോയിന്റിൽ ഫംഗ്ഷൻ്റെ വാല്യൂ വരുന്നത് f of 1, 1 which is equal to 2 + 2 × 1 + 2 × 1 -1² - 1² which is equal to 4. ദെൻ ഈ ഫംഗ്ഷൻ്റെ ഡൊമെയിൻ്റെ ബൗണ്ടറി പോയിൻറ്റ്സ് ആയിട്ട് വരുന്നത് ആ ട്രയാങ്കുലർ പ്ലേറ്റിൻ്റെ ബൗണ്ടറി ആയിട്ട് വരുന്ന ലൈൻസ് ആണ്. 3 ലൈൻ സെഗ്മെൻ്റ് ആണ്. OA എന്നുള്ള ലൈൻ സെഗ്മെൻറ്റ്, അതിൽ x = 0 ആണ്. y വാരി ചെയ്യുന്നത് 0 മുതൽ 9 വരെയാണ്. അതുപോലെ AB എന്നുള്ള ലൈൻ സെഗ്മെൻറ്റ്, അതിൻ്റെ ഇക്വേഷൻ x + y = 9. അവിടെ നമുക്ക് വേണമെങ്കിൽ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു y = 9 - x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9 ഇതുപോലെ ചൂസ് ചെയ്യാം. അതുപോലെ OB എന്നുള്ള ലൈൻ സെഗ്മെൻറ്റിൽ y = 0 ആണ്. x വാരി ചെയ്യുന്നത് 0 മുതൽ 9 വരെയാണ്. ആദ്യത്തെ ലൈൻ സെഗ്മെൻറ്റ് കൺസിഡർ ചെയ്യാം. OA എന്നുള്ള ലൈൻ സെഗ്മെൻറ്റിൽ x = 0 ആണ്. സോ എഫ് ഓഫ് എക്സ് വൈ എന്നുള്ള ഫംഗ്ഷൻ f(0y) എന്നുള്ള ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്യും. എക്സിന് പകരം 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ f(0, y) എന്നുള്ളത് 2 + 2y - y². അതായത് OA എന്നുള്ള ലൈൻ സെഗ്മെൻറ്റിലെ എല്ലാ പോയിൻറ്റ്സിനും എഫ് ഓഫ് എക്സ് വൈ ഈ ഒരു ഫോമിലായിരിക്കും, 2 + 2y - y². കാരണം x = 0 ആണ് ആ ലൈൻ സെഗ്മെൻറ്റിലെ എല്ലാ പോയിൻറ്റ്സിനും. സോ നമുക്ക് ആ ലൈൻ സെഗ്മെൻറ്റിലെ എല്ലാ പോയിൻറ്റ്സിനും അത് ഒരു ഫംഗ്ഷൻ ഓഫ് y ആയിട്ട് ട്രീറ്റ് ചെയ്യാം. സോ അത് സിംഗിൾ വേരിയബിൾ ഫംഗ്ഷനാണ്. ദെൻ അവിടെ y വാരി ചെയ്യുന്നത് 0 മുതൽ 9 വരെയാണ്. അതായത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9. അത് ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ആയിട്ടുള്ള ഒരു ഇൻ്റർവെലാണ്. ദെൻ നമുക്ക് f(0y)യുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y എന്താണെന്ന് നോക്കാം. അതാണ് f'(0, y). അത് വരുന്നത് 2 - 2y. അതുപോലെ f'(0, y) = 0 വരുമ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 2 - 2y = 0 വിച്ച് ഇംപ്ലൈസ് y = 1. സോ ആ ലൈൻ സെഗ്മെൻറ്റിലെ ക്രിട്ടിക്കൽ പോയിൻ്റ് ഈ ഫംഗ്ഷൻ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്രിട്ടിക്കൽ പോയിൻ്റ് വരുന്നത് 0, 1 ആണ്, x = 0 ആയതുകൊണ്ട്. ദെൻ ആ ഒരു പോയിൻ്റിൽ ഫംഗ്ഷൻ്റെ വാല്യൂ f(0, 1) which is equal to 2 + 2 × 1 - 1 which is equal to 3. സോ നമുക്ക് OA എന്നുള്ള ലൈൻ സെഗ്മെൻറ്റിൽ ഒരു ക്രിട്ടിക്കൽ പോയിൻ്റ് ഉണ്ട് 0, 1. ദെൻ ആ ലൈൻ സെഗ്മെൻറ്റിൽ f(0y) എന്നുള്ള ഫംഗ്ഷന് എക്സ്ട്രീം വാല്യൂസ് എക്സിസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉള്ള അതർ എൻഡ് പോയിൻറ്റ്സ് ആണ് Oയും Aയും. ആ 3 പോയിൻറ്റ്സിന് നമ്മൾ ഫംഗ്ഷൻ്റെ വാല്യൂസ് ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞു. ദെൻ നമുക്ക് അടുത്ത ലൈൻ സെഗ്മെൻറ്റ് കൺസിഡർ ചെയ്യാം.
എ ബി എന്നുള്ള ലൈൻ സെഗ്മെൻറ്റിൽ y ഈക്വൽ ടു 9 - x ആണ്. സോ വൈക്ക് പകരം 9 - x എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ എഫ് ഓഫ് എക്സ് വൈ എന്നുള്ള ഫംഗ്ഷൻ ഓഫ് എക്സ് ആയിട്ട് റെഡ്യൂസ് ചെയ്യും. അതിനുവേണ്ടി എഫ് ഓഫ് എക്സ് വൈയിൽ വൈയുടെ എക്സ്പ്രഷനിൽ പകരം 9 - x എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ എഫ് ഓഫ് എക്സ് കോമ 9 - x ഈക്വൽ ടു 2 + 2x + 2 × 9 - x - x സ്ക്വയർ മൈനസ് 9 - x ഹോൾ സ്ക്വയർ. അതൊന്ന് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 2 + 2x + 18 - 2x - x സ്ക്വയർ മൈനസ് ഓഫ് 81 - 18x + x സ്ക്വയർ. ദെൻ അതൊന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ -2x സ്ക്വയർ + 18x - 61. ദെൻ എ ബി എന്നുള്ള ലൈൻ സെഗ്മെൻറ്റിലെ പോയിൻറ്റ്സിന് എഫ് ഓഫ് എക്സ് വൈ എന്നുള്ളത് ഒരു ഫംഗ്ഷൻ ഓഫ് എക്സ് ആയിട്ട് റെഡ്യൂസ് ചെയ്തു. സോ നമുക്കത് സിംഗിൾ വേരിയബിൾ ഫംഗ്ഷനായിട്ട് കൺസിഡർ ചെയ്യാം. ദെൻ അവിടെ എക്സ് വാരി ചെയ്യുന്നത് 0 മുതൽ 9 വരെയാണ്. അതായത് 0 < x < 9. അത് ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ആയിട്ടുള്ള ഒരു ഇൻ്റർവെല്ലാണ്. അതുകൊണ്ട് അതിന് അബ്സല്യൂട്ട് എക്സ്ട്രീം വാല്യൂസ് എന്തായാലും എക്സിസ്റ്റ് ചെയ്യും. ദെൻ ക്രിട്ടിക്കൽ പോയിൻ്റ് കാണാൻ വേണ്ടിയിട്ട് എഫ് ഡാഷ് ഓഫ് എക്സ് കോമ 9 - x, അതായത് എ ബി എന്നുള്ള ലൈൻ സെഗ്മെൻറ്റിൽ നമ്മൾ എഫ് ഓഫ് എക്സ് വൈനെ ഒരു ഫംഗ്ഷൻ ഓഫ് എക്സ് ആയിട്ട് റെഡ്യൂസ് ചെയ്തു. ദെൻ ആ ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്റ്റ് എക്സ് കാണുന്നു. അത് വരുന്നത് -4x + 18. ദെൻ ക്രിട്ടിക്കൽ പോയിൻ്റ് കാണാൻ വേണ്ടിയിട്ട് എഫ് ഡാഷ് ഓഫ് എക്സ് കോമ 9 - x ഈക്വൽ ടു 0, വിച്ച് ഇംപ്ലൈസ് -4x + 18 ഈക്വൽ ടു 0, വിച്ച് ഇംപ്ലൈസ് 4x ഈക്വൽ ടു 18. ദാറ്റ് ഈസ് x ഈക്വൽ ടു 18 ഡിവൈഡഡ് ബൈ 4, വിച്ച് ഈസ് ഈക്വൽ ടു 9/2. സോ എക്സ് 9/2 ആകുമ്പോൾ y ഈക്വൽ ടു 9 - 9/2, വിച്ച് ഈസ് ഈക്വൽ ടു 9/2. സോ 9/2 എന്നുള്ള പോയിൻറ്റിൽ ആ ലൈൻ സെഗ്മെൻറ്റിൽ ഒരു ക്രിട്ടിക്കൽ പോയിൻ്റ് ഉണ്ട്, എഫ് ഓഫ് എക്സ് കോമ 9 - x എന്നുള്ള ഫംഗ്ഷന്. ദെൻ ആ ഒരു പോയിൻറ്റിൽ ഫംഗ്ഷൻ്റെ വാല്യൂ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. അതിനുവേണ്ടി എഫ് ഓഫ് 9/2 കോമ 9/2 അത് വരുന്നത് 2 + 2 × 9/2 + 2 × 9/2 -81/4 -81/4, വിച്ച് ഈസ് ഈക്വൽ ടു -41 ഡിവൈഡഡ് ബൈ 2. ദെൻ നമുക്ക് ഇതിൻ്റെ എൻ പോയിൻറ്റ്സിൽ ഇതിൻ്റെ വാല്യൂസ് ഇവാലുവേറ്റ് ചെയ്യാം. ഒരു എൻ പോയിൻ്റ് എ ആണ്. അവിടെ ഓൾറെഡി നമ്മൾ ഫംഗ്ഷൻ്റെ വാല്യൂ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞതാണ്. ദെൻ അതർ എൻ പോയിൻ്റ് വരുന്നത് 9, ബി എന്നുള്ള പോയിൻ്റ്. ദെൻ ബിയിൽ ഫംഗ്ഷൻ്റെ വാല്യൂ എഫ് ഓഫ് എക്സ് വൈ അറ്റ് 9, 0 എന്നുള്ളത് എഫ് ഓഫ് 9, 0, വിച്ച് ഈസ് ഈക്വൽ ടു 2 + 2 × 9 + 0 -9 സ്ക്വയർ, വിച്ച് ഈസ് ഈക്വൽ ടു -61. ദെൻ നമുക്ക് അടുത്ത ലൈൻ സെഗ്മെൻറ്റ് കൺസിഡർ ചെയ്യാം. ഒ ബി എന്നുള്ള ലൈൻ സെഗ്മെൻറ്റിൽ y ഈക്വൽ ടു 0 ആണ്. ദെൻ y ഈക്വൽ ടു 0 എന്നുള്ളത് എഫ് ഓഫ് എക്സ് വൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അതൊരു ഫംഗ്ഷൻ ഓഫ് എക്സ് ആയിട്ട് റെഡ്യൂസ് ചെയ്യും. സോ എഫ് ഓഫ് എക്സ് കോമ 0 ഈക്വൽ ടു 2 + 2x - x സ്ക്വയർ. സോ ഒ ബി എന്നുള്ള ലൈൻ സെഗ്മെൻറ്റിൽ എഫ് ഓഫ് എക്സ് വൈ എന്നുള്ള ഫംഗ്ഷനെ നമുക്ക് ഒരു ഫംഗ്ഷൻ ഓഫ് എക്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം, സിംഗിൾ വേരിയബിൾ ഫംഗ്ഷനായിട്ട് ട്രീറ്റ് ചെയ്യാം. അവിടെ എക്സിൻ്റെ വേരിയേഷൻ 0 മുതൽ 9 വരെയാണ്. അതായത് 0 < x < 9. അത് ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ആയിട്ടുള്ള ഒരു ഇൻ്റർവെല്ലാണ്. ക്രിട്ടിക്കൽ പോയിൻ്റ് കാണാൻ വേണ്ടിയിട്ട് എഫ് ഡാഷ് ഓഫ് എക്സ് കോമ 0 അത് കാണുന്നു. അത് 2 - 2x ആണ്. അതായത് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് കോമ 0 വിത്ത് റെസ്പെക്റ്റ് എക്സ് ആണ് 2 - 2x. ദെൻ എഫ് ഡാഷ് ഓഫ് എക്സ് കോമ 0 ഈക്വൽ ടു 0 ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു 1. സോ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്രിട്ടിക്കൽ പോയിൻ്റ് വരുന്നത് 1, 0 ആണ്. 1, 0യിൽ ഫംഗ്ഷൻ്റെ വാല്യൂ വരുന്നത് എഫ് ഓഫ് 1, 0, വിച്ച് ഈസ് ഈക്വൽ ടു 2 + 2 × 1 - 1, വിച്ച് ഈസ് ഈക്വൽ ടു 3. ദെൻ അവിടെ എക്സ്ട്രീം വാല്യൂസ് എക്സിസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉള്ളത് ആ ലൈൻ സെഗ്മെൻറ്റിൻ്റെ എൻ പോയിൻറ്റ്സിലാണ്. ഇവിടെ എൻ പോയിൻറ്റ്സ് ആയിട്ട് വരുന്നത് ഓയും ബിയുമാണ്. നമ്മൾ ഓൾറെഡി ഓയിലും ബിയിലും ഫംഗ്ഷൻ്റെ വാല്യൂ വാല്യുവേറ്റ് ചെയ്ത് കഴിഞ്ഞതാണ്. ദെൻ നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ചിട്ടുള്ള പോയിൻറ്റ്സ് ഇവിടെ ലിസ്റ്റ് ചെയ്യാം. അതായത് അബ്സല്യൂട്ട് എക്സ്ട്രീം വാല്യൂസ് എക്സിസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉള്ള പോയിൻറ്റ്സുകൾ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുള്ളത് 1, 1, 0, 1, 0, 0, 0, 9, 1, 0, 9, 0, 9/2, 9/2. ദെൻ ഈ പോയിൻറ്റ്സിൽ ഫംഗ്ഷൻ്റെ വാല്യൂസ് വരുന്നത് എഫ് ഓഫ് 1, 1 എന്നുള്ളത് 4 ആണ്. എഫ് ഓഫ് 0, 1 എന്നുള്ളത് 3 ആണ്. എഫ് ഓഫ് 0, 0 ഈക്വൽ ടു 2. എഫ് ഓഫ് 0, 9 ഈക്വൽ ടു -61. എഫ് ഓഫ് 1, 0 ഈക്വൽ ടു 3. എഫ് ഓഫ് 9, 0 ഈക്വൽ ടു -61. എഫ് ഓഫ് 9/2, 9/2 ഈക്വൽ ടു -41 ഡിവൈഡഡ് ബൈ 2. ദെൻ ഈ ഒരു ലിസ്റ്റിൽ നിന്നും ഫംഗ്ഷൻ്റെ മാക്സിമം വാല്യൂ വരുന്നത് 4 ആണ്. അതുപോലെ മിനിമം വാല്യൂ വരുന്നത് -61 ആണ്. ഫംഗ്ഷൻ 4 എന്നുള്ള വാല്യൂ അറ്റൈൻ ചെയ്യുന്ന പോയിൻ്റ് 1, 1 എന്നുള്ള പോയിൻറ്റിലാണ്. സോ ഗിവൺ ഫംഗ്ഷന് 1, 1 എന്നുള്ള പോയിൻറ്റിൽ അബ്സല്യൂട്ട് മാക്സിമം വാല്യൂ അറ്റൈൻ ചെയ്യുന്നുണ്ട്. കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാക്സിമം വാല്യൂ 4 ആണ്. ദെൻ ഇവിടെ മിനിമം വാല്യൂ -61 ആണ്. അത് 2 പോയിൻറ്റ്സിൽ അറ്റൈൻ ചെയ്യുന്നുണ്ട്, 0, 9 എന്നുള്ള പോയിൻറ്റിലും അതുപോലെ 9, 0 എന്നുള്ള പോയിൻറ്റിലും. സോ ഗിവൺ ഫംഗ്ഷന് അബ്സല്യൂട്ട് മിനിമം വാല്യൂസ് എക്സിസ്റ്റ് ചെയ്യുന്ന വിധത്തിൽ 2 പോയിൻറ്റ്സ് ഉണ്ട്.
അത് 0,9ഉം 9,0 ആണ്. രണ്ട് പോയിൻറ്റ്സിലും ഫംഗ്ഷൻ്റെ വാല്യൂ വരുന്നത് -61 ആണ്. സോ നമുക്കിതാണ് കണ്ടുപിടിക്കാനുണ്ടായിരുന്നത്.